ലോകത്തിലെ ഏറ്റവും എളുപ്പമുള്ള പണി എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ഒരു പണി എടുക്കാണ്ട് വെറുതെ ആൾക്കാർ ഇങ്ങനെ ഉപദേശിക്കലാണ് ലോകത്തിലെ ഏറ്റവും എളുപ്പമുള്ള പണിയെന്ന്. മോനെ, നിനക്ക് അങ്ങനെ ചെയ്യുന്നതാവും നല്ലത്, ഇങ്ങനെ ചെയ്യുന്നതാവും നല്ലത്, നിനക്ക് അങ്ങനെ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെ 3 നേരം 4 വിധം ഉപദേശങ്ങൾ കേട്ട് കേട്ട് മടുത്തവരായിരിക്കും അല്ലേ നമ്മളെല്ലാവരും. ഇത് നമുക്ക് എക്സാമിനും ചോദിക്കാറുണ്ട്. ഇങ്ങനെ ഉപദേശിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഗ്രാമറാണ് ഹാഡ് ബെറ്റർ എന്ന് പറയുന്നത്. ഇത് നമുക്ക് എവിടെ കാണാൻ വേണ്ടി പറ്റും? നിങ്ങളോട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും അവസാനമായിട്ട് ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഡയലോഗ് കംപ്ലീഷൻ എന്ന് പറയുന്നത്. 5 മാർക്കിനായിരിക്കും ഇത് ചോദിക്കുക. നമ്മൾ ഒരാൾക്ക് സജഷൻ കൊടുക്കാനോ അഡ്വൈസ് കൊടുക്കാനോ അല്ലെങ്കിൽ വാർണിംഗ് കൊടുക്കാനോ, മോനെ അങ്ങനെ ചെയ്യലടാ, ഇങ്ങനെ ചെയ്യലടാ, അങ്ങനെ ചെയ്യലടാ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാഡ് ബെറ്റർ യൂസ് ചെയ്യുന്നത്. എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഒരു യു ഹാഡ് ബെറ്ററും ഒരു ലോങ് ഡാഷും കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹാഡ് ബെറ്റർ ആണ്. കഴിഞ്ഞ പ്രാവശ്യം അല്ലെങ്കിൽ ഇപ്രാവശ്യം 2025 SCERT പബ്ലിഷ് ചെയ്തിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഈ സാധനം കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു യു ഹാഡ് ബെറ്ററും ഒരു ലോങ് ഡാഷും. ഇവിടെയും നമുക്ക് ഇപ്രാവശ്യം പ്രതീക്ഷിക്കാം ഈ 1 മാർക്കിന്റെ ഹാഡ് ബെറ്റർ ക്വസ്റ്റ്യൻസ്. ഇത് പഠിക്കാൻ നിങ്ങൾ പ്രതീക്ഷിച്ചതിലും വളരെ എളുപ്പമാണ്. കാരണം ഇതിൽ ആകെ 2 റൂളേ ഉള്ളൂ. ഒന്ന്, ഈ ഹാഡ് ബെറ്ററിന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൊടുക്കേണ്ടത് ഒരു വേർബാണ് അല്ലെങ്കിൽ ഒരു ക്രിയയാണ്. റൺ, ചേസ് അല്ലെങ്കിൽ ജമ്പ്, വാക്ക് എന്നൊക്കെ പറയുന്ന ഒരു വേർബാണ് കൊടുക്കുന്നത്. ഇനി ആ വേർബിന് ഒരു പ്രത്യേകത ഉണ്ട്. അത് അതിന്റെ ബേസ് ഫോമിൽ തന്നെ ആയിരിക്കണം, V1-ലായിരിക്കണം. ഇത് മാത്രമേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. ഇനി ചെയ്യരുതാത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ ഹാഡ് ബെറ്റർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരിക്കലും ടു ആഡ് ചെയ്യരുത്. നിങ്ങളുടെ 1 മാർക്ക് പോകും. ഒരു എക്സാമ്പിൾ വേണോ? യു ഹാഡ് ബെറ്റർ കം ഹോം ഏർലി. അവിടെ ഇവിടെ തെണ്ടി തിരിഞ്ഞ് നടക്കാതെ വീട്ടിന് നേരത്തെയും കാലത്ത് കയറുന്നതായിരിക്കും നിനക്ക് നല്ലത്. ഈ ഒരു ഉപദേശം നമ്മൾ ഈ ഒരു പ്രായത്തിനിടെ 1 പ്രാവശ്യമെങ്കിലും എന്തായാലും കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇവിടെ നമ്മൾ കണ്ടോ, യു ഹാഡ് ബെറ്ററിന് ശേഷം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു വേർബാണ്. ആ വേർബ് അതിന്റെ ഫസ്റ്റ് ഫോമിലാണ്. ഈ ഒരു റൂൾ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി. യു ഹാഡ് ബെറ്റർ വാഷ് യുവർ ക്ലോത്ത്സ്, യു ഹാഡ് ബെറ്റർ സ്റ്റഡി വെൽ ഫോർ ദി എക്സാം, യു ഹാഡ് ബെറ്റർ ഡ്രൈവ് കെയർഫുള്ളി, യു ഹാഡ് ബെറ്റർ ബ്രഷ് യുവർ ടീത്ത്, യു ഹാഡ് ബെറ്റർ ലിസൺ ടു മീ, യു ഹാഡ് ബെറ്റർ ലേൺ ഫ്രം യുവർ മിസ്റ്റേക്ക്, യു ഹാഡ് ബെറ്റർ ഫിനിഷ് ഇറ്റ് ബൈ മൺഡേ. എല്ലാത്തിലും കോമൺ ആയിട്ട് എന്താ ഉള്ളത്? എല്ലാത്തിലും നമ്മൾ ഹാഡ് ബെറ്റർ കഴിഞ്ഞതിന് ശേഷം ഒരു വേർബാണ് ആഡ് ചെയ്തത്. ആ വേർബ് അതിന്റെ ഫസ്റ്റ് ഫോമിലാണ്. ഇത്രയേ ഉള്ളൂ. ഈ ഹാഡ് ബെറ്ററിന്റെ 1 മാർക്കിനുള്ള ചോദ്യം. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇപ്രാവശ്യം SCERT പബ്ലിഷ് ചെയ്തിട്ടുള്ള മോഡൽ ഓണം എക്സാമിനുള്ള അല്ലെങ്കിൽ ഫസ്റ്റ് ടൈമിലുള്ള എക്സാമിനേഷനിലുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ക്വസ്റ്റ്യനാ. ഓഫീസർ ചേട്ടൻ പറയാ, യെസ് ഹിയർ ആർ സം ലോഫ്സ് ഓഫ് ബ്രെഡ്, യു ഹാഡ് ബെറ്റർ ഡാഷ്. നിനക്ക് എന്തോ ഒരു കാര്യം ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് ഓഫീസർ ചേട്ടൻ പറഞ്ഞത്. അതിന് സ്പിൽമൻ ചേട്ടൻ പറഞ്ഞുള്ള മറുപടിയിൽ നിന്നാണ് നമ്മൾ ഇതിന്റെ ഉത്തരം ഫില്ല് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് എ തോട്ട്ഫുൾ ഓഫ് യു ടു ഗെറ്റ് മീ എ വാം ഐഡർ ഡൗൺ. ഇറ്റ്സ് ടു കോൾഡ് ഇൻ ദി അറ്റിക്. താങ്ക് യു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും നിനക്ക് നല്ലതെന്നുള്ളതായിരിക്കും ഓഫീസർ പറഞ്ഞിട്ടുണ്ടാവുക. ഈ വാം ഐഡർ ഡൗൺ അല്ലെങ്കിൽ കമ്പിളിപ്പതുപ്പ് തന്നതിലുള്ള നന്ദിയാണ് നമ്മുടെ സ്പിൽമൻ ചേട്ടൻ പറഞ്ഞത്. അപ്പൊ ഇവിടെ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? നിനക്ക് ഈ കമ്പിളിപ്പതുപ്പ് ധരിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളതായിരിക്കും ഓഫീസർ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടാവുക. യു ഹാഡ് ബെറ്റർ വെയർ എന്ന് വെച്ചാൽ ധരിക്കുക. നമ്മൾ V1-ലാണ് കൊടുത്തത്. വെയർ ദിസ് വാം ഐഡർ ഡൗൺ. നിനക്ക് ഈ ഒരു കമ്പിളിപ്പതുപ്പ് ധരിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് നമ്മൾ അവിടെ പറഞ്ഞത്. അവിടെ നമ്മൾ യൂസ് ചെയ്തത് വെർബിന്റെ ഫസ്റ്റ് ഫോമിലുള്ള വെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെർബാണ്. അത് മാത്രം മതി, നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടി. വേറെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. മമ്മി പറയാണ്, യു ഹാവ് ബീൻ കഫിങ് ഓൾ നൈറ്റ്. മോളൂസ് നീ രാത്രി മൊത്തം ചുമക്കിയായിരുന്നല്ലോ. അപ്പൊ മോളൂസ് പറയാ, ഐ നോ മോം, ഐ തിങ്ക് ഐ എം ക്യാച്ചിങ് കോൾഡ്. എനിക്ക് ജലദോഷം വല്ലതും പിടിപെട്ടിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് എനിക്കിന്ന്. അപ്പൊ മമ്മി പറയാ, ദെൻ യു ഹാഡ് ബെറ്റർ ഡാഷ്. എന്നാ മോളെ അവിടെ തെണ്ടി തിരിഞ്ഞ് നടക്കാതെ എങ്ങോട്ട് പോകാനായിരിക്കും അമ്മ പറയാ? ഹോസ്പിറ്റലിൽ പോകാനല്ലേ. അത് നമുക്ക് എങ്ങനെ ഫില്ല് ചെയ്യാം? ദെൻ യു ഹാഡ് ബെറ്റർ ഗോ, അല്ലെങ്കിൽ ദെൻ യു ഹാഡ് ബെറ്റർ വിസിറ്റ് എ ഡോക്ടർ എന്ന് പറയാം, അല്ലെങ്കിൽ കൺസൾട്ട് എ ഡോക്ടർ എന്ന് പറയാം. ദെൻ യു ഹാഡ് ബെറ്റർ വിസിറ്റ് എ ഡോക്ടർ എന്ന് നമുക്ക് പറയാം. വിസിറ്റ് എന്ന് പറയുന്നത് വെർബ് അല്ലേ? വിസിറ്റ് ചെയ്യുക, സന്ദർശിക്കുക എന്ന് പറയുന്നത് ഒരു വെർബ് അല്ലേ? വെർബിന്റെ ഫസ്റ്റ് ഫോമിലാണ് നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നു. നമ്മുടെ പെലായോ ചേട്ടൻ ഓർമ്മയില്ലേ? പെലായോ ചേട്ടൻ പറയാണ്, ദ ഏഞ്ചൽ ലുക്സ് ഡേർട്ടി ആൻഡ് വീക്ക്. അപ്പൊ എലിസന്റെ അമ്മച്ചി പറയാ, ദെൻ വി ഹാഡ് ബെറ്റർ, നമുക്ക് ആ കിളവനെ നമുക്ക് വിറ്റ് കാശാക്കാം എന്ന് പറയാൻ വേണ്ടിയിട്ട് വി ഹാഡ് ബെറ്റർ ഒരു ലോങ് ഡാഷ് ഉണ്ട്. എന്തായിരിക്കും അവർ ഫില്ല് ചെയ്തിട്ടുണ്ടാവുക? എന്തായിരിക്കും നമുക്ക് അവിടെ ഫില്ല് ചെയ്യാൻ പറ്റുന്നത്? പെലായോ
പറയാണ് ഗുഡ് ഐഡിയ, ലെറ്റ്സ് ലോക്ക് ഹിം ഇൻ ദ ചിക്കൻ കൂപ്പ്. ഈ കിളവനെ നമുക്ക് ചിക്കൻ കൂപ്പിലിട്ട് പൂട്ടാം, 4 ചിക്കിളി ഉണ്ടാക്കാം. അപ്പൊ എലിസന്റെ അമ്മച്ചി എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം. ഓക്കെ, അപ്പോ നമുക്ക് വേറൊരു ഗ്രാമർ വീഡിയോയിൽ ഇനിയും കാണാം. ഇനിയും ഒരുപാട് ഓണം എക്സാം ആകുന്നതിന് മുന്നേ നമുക്ക് ഒരുപാട് ഗ്രാമർ ടോപ്പിക് പഠിച്ചു പോകാനുണ്ട്. അപ്പൊ ഈ ഒരു കമന്റ് നിങ്ങൾ എന്തായാലും ചെയ്യണം. ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. ഐ വിൽ സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.